ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. സുന്ദരമായ ലോകം, സുന്ദരമായ ജീവിതം ആസ്വദിച്ച് അനുഭവിക്കാൻ വേണ്ടിയാണ് സർവേശ്വരൻ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു, അത് പരസ്പരം കൂട്ടിച്ചേർത്ത് ദേഹാദികൾ ഉണ്ടാക്കി, അതിനകത്ത് താൻ തന്നെ പ്രവേശിച്ചു. താൻ തന്നെയാണ് ബന്ധനസ്ഥനായത്. അങ്ങനെ ബന്ധനസ്ഥനായ താൻ സ്വതന്ത്രാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദാനുഭൂതി അനുഭവിക്കാനാണ് ഇവിടെ ജന്മം തന്നിരിക്കുന്നത്. അതറിഞ്ഞാൽ ജന്മം സഫലമായിത്തീരുന്നതാണ്. അതുകൊണ്ടൊരു കവി പറയുകയാണ്, ജീവിതം സുന്ദരമല്ലോ നേരിൽ ജീവിച്ചറിയാകിലാരും, ജീവിതം വ്യർത്ഥമാക്കിയിടുന്ന മൂല്യമാം സന്ദർഭമല്ലോ കുഴിഞ്ഞിടുന്നു. നാം ഈ കിട്ടിയിരിക്കുന്ന അമൂല്യമായ സന്ദർഭത്തെ വേണ്ട മാതിരി ഉപയോഗിച്ചില്ലെങ്കിൽ അത് സമയമാകുമ്പോൾ കൊഴിഞ്ഞു പോകും. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതിനാൽ അത് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കഠിന ശ്രമം ചെയ്തതുകൊണ്ടും ഒരു പ്രയോജനമില്ല. അത് കൊഴിയാതിരിക്കാൻ ഒന്നും ഒരിക്കലും ആർക്കും ഇവിടെ സാധ്യവുമാണ്. അതിനാൽ അത് കൊഴിയുന്നതിന് മുമ്പേ അറിയേണ്ടതറിഞ്ഞാൽ നമുക്ക് കൃതാർത്ഥതയായി. അതാണ് പറയുന്നത്, ജീവിതം സുന്ദരമല്ലോ നേരിൽ ജീവിച്ചറിയായില്ലാരും. ഈ ജീവിതം സുന്ദരമാണ്, അത് നേരിൽ ജീവിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ജീവിതം വ്യർത്ഥമാക്കിയിടുന്നു അമൂല്യമാം. ഈ ജീവിത രഹസ്യം അറിയാതെ ഇത് വ്യർത്ഥമാക്കി കളയുന്നു അമൂല്യമായ ഈ അവസരത്തെ പലരും. ഇതറിയാത്തവർ ഇത് വ്യർത്ഥമാക്കുന്നവരാണ്. ജീവിതം സുന്ദരമല്ലോ നേരിൽ ജീവിച്ചറിയായില്ലാരും, ജീവിതം വ്യർത്ഥമാക്കിയിടുന്ന അമൂല്യമാം സന്ദർഭമല്ലോ കൊഴിഞ്ഞിടുന്നു. അമൂല്യമായ സന്ദർഭമാണ് നമ്മുടെ ഇത് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൊഴിയാതിരിക്കണമെങ്കിൽ നാം ഇത് കൊഴിയാതിരിക്കുകയല്ല, ഇത് കൊഴിയുന്നതിന് മുമ്പേ നാം അറിയേണ്ടത് അറിയണം. അറിയേണ്ടതറിയുമ്പോൾ വാസ്തവത്തിൽ നാം കൊഴിയുന്നില്ല എന്ന വാസ്തവം മനസ്സിലാകും. ഇത് കൊഴിഞ്ഞു പോകുമല്ലോ എന്നാണ് ഭയം. വാസ്തവത്തിൽ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഇതൊന്നും കൊഴിയുന്നില്ല. കൊഴിഞ്ഞു എന്നത് ഒരു അജ്ഞത കൊണ്ട് തോന്നപ്പെടുന്നതാണ്. ആ തോന്നലിനെയാണ് നാം തിരുത്തേണ്ടത്. അതിനു വേണ്ടിയാണ് ഈ ജന്മം. ജന്മം സഫലമാക്കി തീർക്കണമെങ്കിൽ ഈ ജീവിതത്തിൽ അറിയേണ്ടത് അറിഞ്ഞ് ആസ്വദിക്കണം. മറ്റു ലോകത്തെക്കുറിച്ച് ധാരാളം അറിവ് നേടിയതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അറിയേണ്ടതറിയണം. അറിയേണ്ടത് എന്താണോ എന്നെക്കുറിച്ചുള്ളത്, താൻ ആരാണെന്ന പരമസത്യം, അത് ബോധിക്കുമ്പോൾ പിന്നെ മറ്റൊന്നും നമുക്ക് അറിയേണ്ടതായിട്ടും ഇല്ല. അതുകൊണ്ട് ജീവിതം സുന്ദരമല്ലോ നേരിൽ ജീവിച്ചറിയായില്ലാരും, ജീവിതം വ്യർത്ഥമാക്കിയിടുന്ന അമൂല്യമാം സന്ദർഭമല്ലോ കൊഴിഞ്ഞിടുന്നു.